മാള ഗ്രാമപഞ്ചായത്തിന് അനാസ്ഥയിൽ കൂട്ടിലടച്ച ആക്രമണകാരിയായ തെരുവ് നായ രക്ഷപ്പെട്ടു. ഒരാഴ്ച മുൻപാണ് മാള അഷ്ടമിച്ചിറയിൽ വനിതാ ദന്ത ഡോക്ടറെ തെരുവ് നായ്ക്കൾ ആക്രമിച്ചത്. തുടർന്നാണ് നായ്ക്കൾക്ക് വാക്സിൻ നൽകി നിരീക്ഷണത്തിന് മാറ്റിയത്. ഒരാഴ്ച മുൻപാണ് മാള അഷ്ടമിച്ചിറയിൽ വനിതാ ദന്ത ഡോക്ടറെ തെരുവ് നായ്ക്കൾ ആക്രമിച്ചത്. ഈ വാർത്ത മീഡിയ ടൈം ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളിൽ വാർത്തയാവുകയും ചെയ്തിരുന്നു. അഷ്ടമിച്ചിറ സ്വദേശിയായ ഡോക്ടർ ശ്രീജിത്തിന്റെ ഭാര്യ പാർവതി ശ്രീജിത്താണ് തെരുവ് നായ്ക്കളുടെ ക്രൂരമായ ആക്രമണത്തിന് ഇരയാകേണ്ടി വന്നത്. ഓഗസ്റ്റ് 13-ന് ഉച്ചയ്ക്ക് ക്ലിനിക്കിൽ നിന്നും അഷ്ടമിച്ചിറയിലെ ഇന്ത്യൻ ഓയിൽ പമ്പിന്റെ പുറകുവശത്തുള്ള തന്റെ വീട്ടിലേക്ക് ഭക്ഷണം കഴിക്കാൻ വരുന്ന സമയത്താണ് നായ്ക്കൾ കൂട്ടം ചേർന്ന് പാർവതിയെ ആക്രമിച്ചത്. നായ്ക്കൾ വരുന്നത് കണ്ട് ഭയന്ന പാർവതി പുറകോട്ട് വീഴുകയായിരുന്നു. വീണ് കിടന്നിരുന്ന ഡോക്ടറെ നായ്ക്കൾ ആക്രമിച്ചതിനെ തുടർന്ന് ഡോക്ടർക്ക് സാരമായ പരിക്കുകൾ പറ്റുകയും ചെയ്തു. പമ്പിലെ ജീവനക്കാർ എത്തിയാണ് തെരുവ് നായ്ക്കളെ ഓടിച്ചത്. സംഭവം വാർത്തയായതിനെ തുടർന്ന് പഞ്ചായത്ത് വെറ്റിനറി സർജൻ രാഖിരാജിന്റെ നേതൃത്വത്തിൽ അഷ്ടമിച്ചിറ ഭാഗത്തെ 26ഓളം നായ്ക്കൾക്ക് വാക്സിനേഷൻ നൽകുകയും വനിതാ ഡോക്ടറെ ആക്രമിച്ച 3 നായ്ക്കളെ നിരീക്ഷിക്കുന്നതിനായി മാള ബ്ലോക്ക് പഞ്ചായത്തിലെ മൃഗാശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തിരുന്നു. സീനിയർ വെറ്റിനറി സർജൻ കെ എ സാബുവിന്റെ നേതൃത്വത്തിലാണ് നായ്ക്കളെ നിരീക്ഷിച്ചു വന്നിരുന്നത്. ഇതിൽ ആക്രമണകാരിയായ നായയാണ് 2 ദിവസം മുൻപ് കൂട്ടിൽ നിന്നും രക്ഷപ്പെട്ടത്. നായയെ പിടികൂടാൻ പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും യാതൊരുവിധ നടപടിയും ഉണ്ടായിട്ടില്ലെന്ന് പഞ്ചായത്ത് അംഗം ജിയോ ജോർജ് മീഡിയ ടൈമിനോട് പറഞ്ഞു. ആ പട്ടികളിൽ ഏറ്റവും ആക്രമണകാരിയായ ഒരു പട്ടി, ഒരു കറുത്ത പട്ടി, ആ പട്ടീനെ 2-3 ദിവസം മുന്നേ അതിനെ കൂട്ടിൽ നിന്ന് കാണാനില്ല. ഏറ്റവും ആദ്യം ആക്രമിച്ചത് ആ പട്ടിയാണ്. ആ പട്ടീനെയാണ് കാണാതായിരിക്കുന്നത്. ഇതുവരെ അതിനെതിരെ പഞ്ചായത്ത് ഇതുവരെ ഒരു നടപടി പോലും എടുത്തിട്ടില്ല. ഈ ജനങ്ങളുടെ ജീവന് എന്ത് സംരക്ഷണമാണ് പഞ്ചായത്ത് കൊടുക്കുന്നതെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവണില്ല. അതിനെ പിടിക്കാനുള്ള എത്രയും പെട്ടെന്ന് പിടിക്കാനുള്ള നടപടി എടുക്കണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. മാള ഗ്രാമപഞ്ചായത്തിലെ 20 വാർഡുകളിലായി 1000ഓളം തെരുവ് നായ്ക്കളുണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത്. അതിൽ 165 നായ്ക്കൾക്ക് മാത്രമാണ് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഈ വർഷം വാക്സിനേഷൻ നൽകിയത്. പഞ്ചായത്തിൽ പല പ്രദേശങ്ങളിലും യാതൊരു മാനദണ്ഡങ്ങളും പാലിക്കാതെ അനധികൃതമായി പ്രവർത്തിക്കുന്ന മത്സ്യമാംസ വിൽപ്പനശാലകൾ ഉള്ളതാണ് ഇവിടെ തെരുവ് നായ്ക്കൾ വർദ്ധിക്കാൻ കാരണമെന്നും ആക്ഷേപമുണ്ട്. മീഡിയ ടൈം മാള.